നമഃ. സമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാം. ഒൻപതല്ല അല്ലേ? സച്ചിദാത്മന്യനസ്യൂതേ നിത്യേ വിഷ്ണോ പ്രകൽപിതാഃ യക്ഷയോ വിവിധാ സർവാ പാഠവേ കടകാദിവൽ. സർവവ്യാപകനായ പരമാത്മാവിൽ, വിഷ്ണു ശബ്ദത്തിന് വേവേഷ്ടി സർവമിതം വിഷ്ണു എന്നർത്ഥം. സർവ ജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവനാരോ അയാൾ വിഷ്ണു എന്ന് വേണം വേദാന്ത പ്രകരണത്തിനനുസരിച്ച് അർത്ഥം പറയാൻ. അല്ലാതെ സ്ഥിതിപാലകനായ വിഷ്ണു എന്നുള്ള അർത്ഥത്തിലല്ല, ത്രിമൂർത്തികളിൽ ഒരാളായ വിഷ്ണു എന്നുള്ള അർത്ഥത്തിലല്ല. അത് ശരിയാണ്, പൗരാണിക ദേവകൽപ്പനയിൽ ശരിയാണ്. ഇവിടെ അർത്ഥം സർവജന്തുക്കളിലും ജീവരൂപേണ അനുപ്രവേശിച്ചിരിക്കുന്നവൻ വിഷ്ണു എന്ന അർത്ഥത്തിൽ. ആ വിഷ്ണു എന്ന് പറയുമ്പോൾ അവിടെ സർവവ്യാപി എന്നർത്ഥം. അങ്ങനെയുള്ള സർവവ്യാപകനായ പരമാത്മാവിൽ അതെങ്ങനെയുള്ളതാണെന്ന് പറഞ്ഞു 8-ൽ. സത്യജ്ഞാന സ്വരൂപനായി സർവന്തര്യാമിയായി നിത്യനായി വർത്തിക്കുന്ന വിഷ്ണുവിൽ. സർവവ്യാപി എന്ന് പറഞ്ഞിട്ടും മതിയാവാഞ്ഞിട്ട് അതിനെ പറഞ്ഞിരിക്കുകയാണ് സത്യജ്ഞാന സ്വരൂപനായി. അത് ജ്ഞാനസ്വരൂപമാണ്, പിന്നെ സത്യസ്വരൂപമാണ്. സത്യം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ത്രികാല ബാധാരഹിതം സത്യം. ഭൂത ഭാവി വർത്തമാനത്തിലും സ്ഥായിയായി നിലകൊള്ളുന്നതേതോ അത് സത്യം. പ്രത്യക്ഷം, അനുമാനം, ആഗമം എന്നീ പ്രമാണത്താലും യാതൊന്ന് ഈ 3 കാലങ്ങളിലും അഥവാ ജാഗ്രത സ്വപ്ന സുഷുപ്തികളിലും നിലകൊള്ളുന്നുവോ, സ്ഥായിയായി നിലകൊള്ളുന്നുവോ അതിനെയാണ് എന്ത് സത്യം എന്ന് പറയുക. പ്രത്യക്ഷമായിട്ട് ആയാലും, പ്രത്യക്ഷമായിട്ട് നമുക്ക് ഈ കാണപ്പെടുന്നതൊക്കെ സത്യമാണെന്ന് തോന്നിപ്പോകും. പക്ഷെ അനുമാനം കൊണ്ടും ആഗമം കൊണ്ടും അത് സത്യമല്ല. പ്രത്യക്ഷ പ്രമാണം മാത്രം എടുത്തിട്ട് കാര്യമില്ല, സർവവ്യാധിയെ അറിയാം. ഇവിടെ പറയുന്നത് കുറേ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഇത് നമ്മൾ കേട്ട് പറഞ്ഞ് മടുത്തതാണ്. ഏത്? സ്വർണത്തിൽ വള, മോതിരം തുടങ്ങിയവ. അതേപോലെ മണ്ണിൽ കുടം, കലം മുതലായവ. ഇതൊക്കെ പറഞ്ഞു. ഇവ വള, മോതിരം മുതലായ ആഭരണങ്ങൾ സ്വർണം കൊണ്ടുണ്ടാക്കുന്നു. അവ പ്രഥമ ദൃഷ്ടിയിൽ സ്വർണത്തിൽ നിന്ന് ഭിന്നങ്ങളാണെന്ന് തോന്നുന്നു. പ്രഥമ ദൃഷ്ടിയിൽ സ്വർണത്തിൽ നിന്ന് ഭിന്നമാണെന്ന് തോന്നുന്നു. പക്ഷേ വാസ്തവത്തിൽ, വാസ്തവം എന്നുള്ള ശബ്ദത്തിനർത്ഥം വസ്തുസത്ത യാതൊന്നിനുണ്ടോ അത് വാസ്തവം. വസ്തുസത്തയെ നോക്കുമ്പോൾ അത് എന്താണ്? സ്വർണം തന്നെയാകുന്നു. അവയിൽ വള, മോതിരം മുതലായവ വ്യക്തിത്വ ബുദ്ധി നിത്യാബോധകൽപ്പിതമായ നാമരൂപത്താൽ സൃഷ്ടിക്കപ്പെടുന്നവയാകുന്നു എന്ന് സമർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ വ്യക്തിത്വ ബുദ്ധി നമ്മൾ ഓരോരുത്തരും വേറെ വേറെയാണെന്ന് വേർതിരിക്കപ്പെടുന്നത്, പ്രതിശരീരം ഭിന്നമാണ് എന്നുള്ളത്, ആത്മാ എന്നുള്ളത് സ്വർണ്ണ വള, സ്വർണ്ണ മോതിരം എന്ന പോലെ വ്യവഹരിക്കുകയാണ്. പ്രത്യേകാത്മാവ് എന്ന് നമ്മൾ കേനോപനിഷത്തിൽ പഠിച്ച, ഞങ്ങൾ മറ്റു പല ഉപനിഷത്തിലും പഠിക്കുന്നുണ്ട്, വിശേഷേണ ഒന്ന് പഠിക്കുന്ന ആ പ്രത്യക് ഉള്ളിൽ ആത്മാ, ഞാൻ തന്നെ ആത്മാ, ഞാനായതാത്മാ, ആ ആത്മാ പ്രതിശരീരം ഭിന്നമാണെന്ന് പറയുമ്പോൾ അതിനെ ദൃഷ്ടാന്തം കൊണ്ട് ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. എങ്ങനെ? എന്താ പറയുന്നത്?
അവിടെ സ്വർണത്തിൽ നിന്ന് ഭിന്നമായി പ്രഥമ ദൃഷ്ട്യ വള ഉണ്ടെന്ന് തോന്നുന്നത് പോലെ വ്യക്തമല്ലോ. അതേപോലെ നമ്മളൊക്കെ പ്രഥമ ദൃഷ്ട്യ അല്ലെ പ്രാഥമിക തലത്തിൽ ചിന്തിക്കുന്ന ഒരു വ്യക്തിക്ക് അതിന് ഉപരി ചിന്തിക്കാൻ കഴിയുന്നില്ല. അപ്പൊ അതൊരു പ്രാഥമിക തലമാണ്. ഏത്? പ്രതിശരീരം ഭിന്നമാണ് ആത്മാ എന്നുള്ളത്. നമ്മെ ഏത്? സാങ്ക്യം. അതാണ് സാങ്ക്യത്തിൽ നിന്ന് നമ്മൾ എടുക്കുന്നുണ്ട്. സാങ്ക്യൻ ഇതാണ്, ഇത് ശ്രേഷ്ഠമായി സ്വീകരിച്ചു എന്നുള്ളതാണ്. ഒരു തലം വരെ ഇതൊക്കെ അംഗീകരിക്കുന്നുണ്ട് കേട്ടോ. സാങ്ക്യനെ ഒരു തലം വരെ നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. പരം തലത്തിലെല്ലാം തള്ളുന്നു. കർമ്മകാണ്ഡികൾ പറയുന്ന ബ്രഹ്മസത്യം ജഗത് സത്യം എന്നുള്ള തലവും ഒരു തലത്തിൽ ശരിയാണ്. പരം ദൃഷ്ടിയിൽ നിവർത്തിക്കപ്പെടുന്നു. ഏത്? ഇതെല്ലാം തള്ളുന്നു, സമർത്ഥിക്കും. അപ്പൊ സ്വർണം തന്നെയാവുന്നു. അവയിൽ വള, മോതിരം എന്നിവ സൃഷ്ടിക്കപ്പെടുന്നു. അതുപോലെ വൈവിധ്യം സമ്പൂർണവും ചരാചരാത്മകവുമായ പ്രപഞ്ചം സത്യമല്ല. പ്രപഞ്ചം പ്രകർഷേണ പഞ്ചത്വം യാതൊന്നിനുണ്ടോ അത് പ്രപഞ്ചം. നല്ലതുപോലെ 5 ചേർന്നത്. അതാണ് ഭൗതികവും ആധ്യാത്മികമെന്നും വേർതിരിക്കണമെങ്കിൽ, വേർതിരിക്കുന്നത് ബാലന്മാരാണ്, എങ്കിലും അത് തരംതിരിക്കുന്ന തലത്തിൽ എവിടെയാണുള്ളത്? ഒന്ന്, ഈ കാണപ്പെടുന്ന പ്രപഞ്ചം മനുഷ്യന് ഒരു ചോദ്യചിഹ്നമാണ്. എന്താണ് ഈ കാണപ്പെടുന്ന പ്രപഞ്ചം? എപ്പോ തുടങ്ങി? 4 വയസ്സിൽ. ഇതിനു മുമ്പ് ഇല്ലെന്ന് ചോദിച്ചുകൊണ്ട് ഉള്ളത് ആണല്ലോ. അത് പ്രകടമാകുന്നത് 4 വയസ്സിൽ. നട്ടഭ്രാന്ത് എന്ന് പറഞ്ഞ് തള്ളുന്ന തള്ളു. അപ്പൊ അച്ഛൻ കുട്ടിയെ കൈപിടിച്ച് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് അല്ലേ, അതെന്ത് 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 എന്ന് ചോദിക്കും. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ കുട്ടിയെ എന്ത് ചെയ്യും? തെറ്റിദ്ധരിപ്പിക്കും. അങ്ങനെ ആ കുട്ടിയിൽ ഒരു ഭീരുവിനെ ഉണ്ടാക്കും. ധീരനല്ലാതെ, ധീ എന്ന് പറഞ്ഞാൽ സാഹസികനല്ല, ബോധപൂർവം ബുദ്ധിപൂർവം പ്രവർത്തിക്കുന്നവനാണ് ആര്? ധീരൻ. പക്ഷെ ഇവിടെ അതല്ല ചെയ്യുന്നത്. അവനെ ക്രമേണ തെറ്റിദ്ധരിപ്പിച്ച് എന്നിട്ട് അവനെ എന്ത് ചെയ്യുന്നു? ഒരു ഭീരുവാക്കി തീർക്കും. അങ്ങനെ ആക്കി തീർക്കുമ്പോൾ പിന്നെ അതൊക്കെ തിരിച്ചു കൊണ്ടുവരേണ്ട പണി വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ 4 വയസ്സിൽ നട്ടഭ്രാന്ത് എന്ന് പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് തുടങ്ങിയാലും ശരിയായ അതിന് പ്രചോദിപ്പിക്കുന്നത് ആരാണ്? ആചാര്യ ആഗമ ശാസ്ത്രം അല്ലേ? ആചാര്യൻ ആഗമം, ശാസ്ത്രം എന്ന് പറഞ്ഞാൽ ആഗമം. ആചാര്യനാലും ആഗമത്താലും സംസ്കരിക്കപ്പെട്ട മനസ്സുള്ളവൻ മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം അല്ലേ, അതാണ് ആ പരിണാമമാണ് അവിടെ. അതുകൊണ്ടാണ് അവിടെ ആ ജിജ്ഞാസ ശരിക്കും തടയിടാതെ അവന്റെ ജിജ്ഞാസയ്ക്ക് യുക്തിയുക്തമായ സമാധാനം നൽകുന്നത് ആരാ? പൂർവ്വ ആചാര്യന്മാരായിരുന്നു. അവരെയാണ് നമ്മൾ ആചാര്യന്മാരെന്ന് വിളിക്കുന്നത്. പക്ഷെ ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്ന സമയത്ത് അവിടെ ഈ ഭൗതികം എന്ന എങ്ങനെയാണ്? ഈ കാണപ്പെടുന്ന പ്രപഞ്ചം അവന്റെ മുന്നിൽ ചോദ്യചിഹ്നമായപ്പോൾ അവൻ ഓരോന്നിനും അപഗ്രഥിച്ചു പോകുന്നു. കുറച്ചു കഴിഞ്ഞാൽ മനസ്സിലായത് അനന്തം, അജ്ഞാതം, അവർണ്ണനീയം, ഈ ലോകഗോളം, തിരിയുന്ന മാർഗം, അതിങ്കൽ എങ്ങാണ്ട് ഒരിടത്തിരുന്ന് നോക്കുന്ന മർത്യൻ കഥ എന്ത് കണ്ടു. ഭൗതിക തലത്തിൽ പറയുന്ന ഒരു വാക്കല്ലേ അല്ലേ? അനന്തമാണ്, അറ്റമില്ലാത്തതാണ്, അജ്ഞാതമാണ്, അറിയപ്പെടാത്തതാണ്, അറിയപ്പെടാൻ കഴിയാത്തതാണ്, പിന്നെന്താ? അവർണ്ണനീയമാണ്, ഇന്നതെന്ന് വർണ്ണിക്കാൻ കഴിയാത്തതാണ് അല്ലേ എന്ന് ആര് കണ്ടു? മനുഷ്യൻ കണ്ടു എന്ന് പറഞ്ഞില്ല. മനുഷ്യനല്ല കണ്ടത്, മർത്യനാ കണ്ടത്. മർത്യൻ എന്ന് പറഞ്ഞാൽ മരണധർമ്മത്തെ പ്രാപിക്കുന്നവൻ, ജനിമൃതികളെ പ്രാപിക്കുന്നവനാണ് ആര്? ജനിച്ചു മരിക്കുന്നവൻ. മറ്റ് ജീവജാലങ്ങളെ പോലെ ജനിച്ചു ഒരു കുറച്ചു കാലം കൊണ്ട് അവൻ എന്ത് ചെയ്യുന്നു? ഈ കാല യവനികയ്ക്കുള്ളിൽ മറഞ്ഞു പോകുന്നു. ആ കുറച്ചു കാലം, വളരെ കുറച്ചു കാലം, ആ വളരെ കുറച്ചു കാലത്തിനുള്ളിൽ അവൻ ഈ പ്രപഞ്ചത്തെ പഠിക്കാൻ ശ്രമിക്കുക. എന്ത് പഠിക്കും? ഒരു കഥയും കാണാൻ പോകില്ല. ഇത് മനസ്സിലാക്കുന്ന ബുദ്ധിമാന്മാരായ അല്ലേ, ഋഷയോ മന്ത്രദ്രഷ്ടാരഹ, ഋഷയോ സത്യദ്രഷ്ടാരഹ, സത്യദ്രഷ്ടാക്കളായ ഋഷിമാര്
സത്യത്തെ കണ്ടെത്തണം എന്ന് വിചാരിച്ച് അതിനായിക്കൊണ്ട് ജീവിതം മാറ്റിവെച്ച അവര് എന്ത് ചെയ്തു? ഈ പ്രപഞ്ചത്തിൽ, ഈ പ്രകർഷേണ പഞ്ചത്വം ഉള്ള ഈ പ്രപഞ്ചത്തിൽ ഒരു ചെറിയൊരു തരി എടുത്തിട്ട് ഞാൻ എൻ്റെ പരീക്ഷണശാലയിൽ കൊണ്ടുപോയി അതിനെ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിന്റെ റിസൾട്ട് തന്നെ ആയിരിക്കില്ലേ? സാമാന്യമായിട്ട്, വിശേഷമായിട്ട് പറയാൻ വയ്യ കേട്ടോ. ഇപ്പോ കടലിൽ നിന്ന്, അതിന് ഉദാഹരണം പറയും, കടലിൽ നിന്ന് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിനെ പരീക്ഷിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ കടലിലെ വെള്ളം മൊത്തം ഇതാണെന്ന് പറയാം. അത് സാമാന്യ ബുദ്ധി അനുസരിച്ച് സാമാന്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും, വിശേഷമായിട്ട് മനസ്സിലാക്കാൻ പറ്റില്ല. എന്നാലും അതുകൊണ്ട് ഊഹിക്കാമല്ലോ. ഇതുപോലെ എന്ത് ചെയ്യുന്നു? ഒരു മർത്യനിൽ നിന്ന് മനുഷ്യനിലേക്കുള്ള പരിണാമം എന്ന് പറയുമ്പോൾ തന്നെ അയാള് തന്നിലേക്ക് തിരിയാൻ തുടങ്ങി, പുറമേക്ക് തിരിയലും നിന്നു. മറ്റത് കുറേ ശാഖോപശാഖകൾ സഞ്ചരിച്ച് ഇലയും ചുള്ളിയും ഒക്കെ എണ്ണിപ്പോയി പിന്നെയും തിരിച്ചു വന്ന് പിന്നെ അടുത്ത കൊമ്പിലേക്ക് അങ്ങനെ പോവും. അതിനുള്ള സമയം നമുക്കുണ്ടോ? എത്ര ജന്മം വേണ്ടി വരും? അപ്പൊ അവര് എളുപ്പ വഴി കണ്ടു. ബുദ്ധിമത്തുക്കളായോ ഇക്കഥ കേൾക്കുന്നാകിൽ ബദ്ധരാകിലുമുടൻ മുക്തരായി വന്നുകൂടും അല്ലേ? അപ്പൊ ബുദ്ധിമാന്മാരായ അവരെന്ത് ചെയ്തു? അവരിങ്ങനെ ചെയ്തു. ഇങ്ങനെ ചെയ്ത് അതെ, അതിനെ ശ്രുതി അങ്ങനെ പറഞ്ഞു, അതിനെ അറിഞ്ഞു. പക്ഷെ അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് മതി എന്നുള്ളവർക്ക് അത് മതി അല്ലേ? അല്ല, അത് പോരാന്ന് തോന്നുന്നവർക്ക് അത് പോരാ. ഏതായാലും അങ്ങനെ പോകുന്ന സമയത്ത് ഈ വൈവിധ്യ സമ്പൂർണവും ചരാചരാത്മകവുമായ പ്രപഞ്ചം സത്യമല്ല എന്ന് അവർ മനസ്സിലാക്കി. എങ്ങനെ? എല്ലാം അറിഞ്ഞിട്ടാണോ മനസ്സിലാക്കിയത്? അല്ല, ആ അറിവിനൊട്ട് അറ്റവുമില്ല. വൈവിധ്യങ്ങളുടെ പിന്നാലെ പോകുന്ന അറിവിനറ്റമില്ല. അത് വേദാന്തി പറഞ്ഞാലും അറ്റുണ്ടെന്ന് പറഞ്ഞാലും അറ്റില്ല തന്നെ പറയേണ്ടി വരും അല്ലേ? സമ്മതിക്കാൻ പറ്റില്ല. പക്ഷേ യാതൊരു അറിവാണോ എല്ലാ അറിവിനും അടിസ്ഥാനമായിട്ടുള്ളത്, ആ അറിവിന് അറ്റമുണ്ട്. അതുകൊണ്ട് വേദാന്തം അറിവിന്റെ അറ്റം എന്ന അർത്ഥം ഉപയോഗിച്ചു. അപ്പോഴും അവിടെ എവിടെ അറിവിന്റെ അറ്റം എന്ന് ഉപയോഗിച്ചുവോ അവിടെ അറിവിന്റെ അവസാനം എന്ന് പറയരുതേ അല്ലേ? അതാണ് ആചാര്യന്മാരിൽ നിന്ന് ശാസ്ത്രം പഠിക്കുമ്പോൾ ഉണ്ടാവുന്ന ഗുണം. നമ്മൾ അറിവിന്റെ അറ്റം എന്ന് പറയുമ്പോൾ മറ്റു വിഷയങ്ങളെ പോലെ അറിവിന്റെ അവസാനം, പരിസമാപ്തി എന്ന അർത്ഥത്തിൽ എടുക്കരുതേ എന്ന് വിചാരിച്ചിട്ട് അവർ ഒന്നുകൂടി പറഞ്ഞത് എന്താ പറഞ്ഞത്? ഇത് താല്പര്യ നിർണയം ചെയ്യപ്പെട്ടതാണ്. മനസ്സിലായി? ഒന്നുകൂടി ലളിതായി പറഞ്ഞാൽ എള്ളിനുള്ളിൽ എണ്ണ എന്ന കണക്കേ എന്നുള്ളിലുണ്ട് ഈശ്വരൻ എന്നറിയാൻ ഉള്ളവണ്ണം തന്നെ കാട്ടിത്തരും ഗുരു നിത്യം ഗുരുപാദം കുമ്പിടുന്നേ. ഒന്നുകൂടി ലളിതായി വിചാരിച്ചു. എള്ളിനുള്ളിലാണോ എണ്ണ പുറത്താണോ? പറയാൻ വയ്യ. ആസകലം എണ്ണയുണ്ട്, പൊട്ടിച്ചാ കിട്ടില്ല. ഉള്ളിലാണെങ്കിൽ പൊട്ടിച്ചാ കിട്ടേണ്ടതായിരുന്നു, ഇല്ല. പുറത്താണോ? അല്ല. പിന്നെ എവിടെയാ? ആസകലമുണ്ട്. പക്ഷെ എങ്ങനെ ലഭിക്കും? അതിന് ഇനി ചില പ്രക്രിയകൾ ചെയ്യണം. പാകത്തിന് ഉണക്കണം, എന്നിട്ട് അത് ആട്ടണം, പിണ്ണാക്ക് മാറ്റണം, അപ്പൊ എണ്ണ. ഇങ്ങനെ സുലളിതമായി ഇതൊക്കെ മനസ്സിലാക്കിച്ചു തരാനേ പറ്റൂ, മനസ്സിലേ ആവുള്ളൂ. ഇതിനെ പിൻപറ്റി നമ്മൾ നമ്മുടെ ഭാഗമാക്കി തീർക്കണം. അങ്ങനെ ആക്കി തീർക്കുമ്പോ അതുപോലെ വൈവിധ്യ സമ്പൂർണവും ചരാചരാത്മകവുമായ പ്രപഞ്ചം സത്യമല്ല. നാമരൂപാത്മകമായ അത് സ്വർണത്തിൽ വള, മോതിരം മുതലായവ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളത് പോലെ ബ്രഹ്മത്തിൽ കൽപ്പിക്കപ്പെട്ടിട്ടുള്ളതാകുന്നു. ഏകത്വം സത്യവും അനേകത്വം മിഥ്യയും ആണെന്ന് സാരം. ബ്രഹ്മസത്യം, ജഗത് മിഥ്യ. ബ്രഹ്മം മാത്രമേ സത്യമുള്ളൂ, ജഗത്ത് ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൂടാ. എന്തുകൊണ്ട്? വ്യാവഹാരിക ദൃഷ്ട്യാ ഉള്ളതാണ്, പാരമാർത്ഥിക ദൃഷ്ട്യാ ഇല്ലാത്തതാണ്. ഒന്നുകൂടി പറഞ്ഞാൽ പ്രമാണ വിചാരത്തിൽ ഇല്ലാത്തതാണ്. പ്രത്യക്ഷ പ്രമാണം കൊണ്ട് ഉള്ളതാണ് ഏത്? മിഥ്യ. പക്ഷെ എന്തുണ്ട്? അനുമാനം കൊണ്ടും ആഗമം കൊണ്ടും പ്രത്യക്ഷ പ്രമാണം കൊണ്ട് പ്രമാണ നിരൂപണം ചെയ്യപ്പെടുമ്പോൾ സത്യമല്ലെന്നറിയുന്നു. ആയതുകൊണ്ട് ഇല്ലാത്തത് എന്ന് പറഞ്ഞുകൂടാ. ഇല്ലാത്തത് ഉണ്ടാവില്ലല്ലോ, കൊണ്ടില്ല എന്നൊക്കെ പറയേണ്ടി വരും. അപ്പൊ ആക്ഷേപം അറിയാം. സംസാരം സ്വപ്നതുല്യമോ മായാവ്യാമോഹമോ ആയിക്കൊള്ളട്ടെ, എന്നാൽ ജീവാത്മ പരമാത്മാക്കൾക്ക് തമ്മിലുള്ള ഭേദം നിഷേധിക്കാൻ സാധിക്കുന്നത് എങ്ങനെ?
ഇവിടെ ആചാര്യസ്വാമികൾ തന്നെയാണ് പലപ്പോഴും ചോദ്യകർത്താവായിട്ട് വരാറ്. കാരണം പല വീക്ഷണകോണിൽ നിന്ന് നോക്കുന്ന സമയത്ത് പല സംശയങ്ങൾ നമ്മുടെ ഉള്ളിൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കി മുൻകൂട്ടി അതിന് സമാധാനം കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കഴിഞ്ഞ കാലവും ഇക്കാലവും വരും കാലങ്ങളിലും എത്രയെത്ര ജിജ്ഞാസുകൾ അവരുടെ ജിജ്ഞാസയ്ക്ക് സമാധാനം കണ്ടെത്തുന്ന തരത്തിലാണ് ഏത് ആചാര്യസ്വാമികൾ ഇതിന് ഉത്തരം കണ്ടെത്തിയിരിക്കുന്നത്. നമ്മളൊന്നും ഒരിക്കലും ചിന്തിച്ചിട്ട് പോലും ഉണ്ടാവില്ല. പക്ഷെ ആചാര്യസ്വാമികൾ ചിന്തിച്ചിട്ടുണ്ടാവും, ഇങ്ങനെയും വരാം, ഇങ്ങനെയും ചിലർ ചിന്തിച്ചു എന്ന് വരാം. അപ്പൊ അതിന് സമാധാനം. അപ്പൊ പറയാണ് സംസാരമേവ നിസ്സാരം. ആർക്ക് വിട്ടുനിന്ന് നോക്കുന്നവന് അല്ല, ഈ കറക്കത്തോട് കൂടിയിരിക്കുന്ന സംസാരം, അത് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ കേമാണെന്ന് തോന്നും. സംസാരം, ഈ സംസാര ജീവിതം എന്നൊക്കെ പറയുമ്പോൾ എന്തോ ഒരു കേമത്വം അതിനുണ്ടെന്ന് തോന്നും. പക്ഷെ അതിൻ്റെ ഉള്ളിലേക്ക് ചെല്ലുമ്പോഴാണ് അറിയുന്നത് എന്ത് നിസ്സാരം. അതുകൊണ്ട് സംസാരമേവ നിസ്സാരം. എന്നാൽ ഇത്ര കേമത്വം ഉണ്ട് എന്നുള്ളത് തോന്നുന്നുണ്ടല്ലോ, അതേപോലെ അതുകൊണ്ട് എന്താണ് സ്വപ്നമാണ്. സ്വപ്നം സത്യമാണ്. എവിടെ? സ്വപ്നത്തിലുള്ള കാര്യങ്ങൾ സ്വപ്നത്തിൽ സത്യമല്ലേ? ആണ്. അതായത് ഉറങ്ങാൻ കിടന്നു, നല്ല വിശക്കുന്ന സമയമായിരുന്നു, നല്ലൊരു സദ്യ ഉണ്ട്, സത്യമാണ് അല്ലേ? അനുഭവിച്ചത് ഞാനാണ്, അനുഭവമല്ലേ? വേറെ ആരും പറഞ്ഞോന്നും അല്ലല്ലോ, അനുഭവമാണ്. ഉഷാറായിട്ട് സദ്യ ഉണ്ട്. എന്നിട്ട് എന്ത് ചെയ്തു? സദ്യ ഉണ്ട്, ഏമ്പക്കം വിട്ടിരിക്കുമ്പോഴാണ് ഉണർന്നത്. ഇപ്പൊ എന്തായി? ഇപ്പൊ ജാഗ്രത്തിൽ അത് നിശ്ചയം. അപ്പൊ സത്യം എന്ന് പറഞ്ഞാൽ എന്താണ്? അപ്പൊ ജാഗ്രത സത്യം. ജാഗ്രത്തിൽ എനിക്ക് ഭക്ഷണം കിട്ടിയിട്ടില്ല, സദ്യ കിട്ടിയിട്ടില്ല, അതുകൊണ്ട് വിശപ്പുണ്ടായിരുന്നു. സ്വപ്നത്തിൽ ഞാൻ അത് അനുഭവിച്ചു, ആസ്വദിച്ചു എന്നുള്ളത് സത്യമല്ലേ? സ്വപ്നത്തിലെ വിഷമമാണ്, ജാഗ്രതയിലെ വിഷമമാണ്. പിന്നെ എന്താ ഇപ്പൊ വ്യത്യാസമുള്ളത്? സ്വപ്നവും ജാഗ്രതയും തമ്മിൽ എന്താ വ്യത്യാസമുള്ളത്? ഒന്ന്, ജാഗ്രതത്തിന് തുടർച്ചയുണ്ട്, സ്വപ്നത്തിന് തുടർച്ചയില്ല എന്നുള്ളത് മാത്രമേ പറയാൻ പറ്റൂ. പെട്ടെന്ന് അതിനെ വീക്ഷിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയേ ഉള്ളൂ അല്ലേ? ജാഗ്രതത്തിന് തുടർച്ചയുണ്ട്. ഇന്നലത്തെ ബാക്കിയാണ് ഇന്ന് എഴുതിയതും വായിച്ചതും, അല്ലെങ്കിൽ കഴിഞ്ഞ വായിച്ചതിന്റെ ബാക്കിയാണെന്ന് പറയാം അല്ലേ? പക്ഷെ മറ്റതോ സ്വപ്നത്തിന് തുടർച്ചയില്ല. കണ്ടതന്നെ കാണും. ജാഗ്രത സംസ്കാരമാണ്. നമുക്ക് ഉറപ്പില്ലെങ്കിലും ആചാര്യന്മാർക്ക് ഉറപ്പുണ്ട്. കാരണം നമ്മുടെ പരിമിതമായ ബുദ്ധി കൊണ്ട് നോക്കുന്ന സമയത്ത് ഈ ജന്മം തന്നെ അറിയാൻ കഴിവില്ലാത്തത് കൊണ്ട് ചിലപ്പോൾ നമ്മൾ കാണാത്തത് കാണുന്നു എന്നൊക്കെ പറഞ്ഞേക്കാം. പക്ഷേ ജാഗ്രത സംസ്കാരം തന്നെയാണ് സ്വപ്നമായിട്ട് വരുന്നത് എന്ന് അവർക്ക് തർക്കമില്ലാത്ത കാര്യമാണ്. അങ്ങനെയുള്ള ആ ജാഗ്രത, സ്വപ്നം, സുഷുപ്തി, സ്വപ്നം, ജാഗ്രത. സ്വപ്നമാകുന്ന ഇടനാഴികയിലൂടെ വേണം സുഷുപ്തിയിലെത്താൻ. സുഷുപ്തിയിൽ നിന്ന് സ്വപ്നമാകുന്ന ഇടനാഴികയിലൂടെ തന്നെ വേണം തിരിച്ച് ജാഗ്രതയിലേക്കും എത്താൻ. ഈ സ്വപ്നത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും, അത്രേ പറ്റൂ, ഇല്ലാതാക്കാൻ പറ്റില്ല. സ്വപ്നത്തിന്റെ ദൈർഘ്യം കുറയ്ക്കാൻ പറ്റും, അത്രയേ ഉള്ളൂ. സ്വപ്നത്തിലെ ആ സങ്കല്പങ്ങളെ മാറ്റിമറിക്കാൻ നമ്മുടെ സംസ്കാരം കൊണ്ടും കഴിയും, ജപസംസ്കാരം കൊണ്ടൊക്കെ കഴിയും. സ്വപ്നം നല്ലത് കാണാനൊക്കെ പറ്റും. അതുകൊണ്ടാണ് സംസ്കാരമാണല്ലോ, ജാഗ്രത സംസ്കാരമാണ് സ്വപ്നമായി വരുന്നത് എന്നുള്ളത് കൊണ്ട് ജാഗ്രത സംസ്കാരം മാറിയ ഒരാൾക്ക് സ്വപ്ന സംസ്കാരവും നന്നാക്കി കൊണ്ടുവരാൻ കഴിയും വേണമെങ്കിൽ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ സംസാരം സ്വപ്നതുല്യമോ മായാവ്യാമോഹമോ ആയിക്കൊള്ളട്ടെ, അതിനെക്കുറിച്ച് അല്ല ചർച്ച. പിന്നെന്താണ്? ജീവാത്മ പരമാത്മാക്കൾക്ക് തമ്മിലുള്ള ഭേദം നിഷേധിക്കാൻ സാധിക്കുന്നത് എങ്ങനെ? ജീവാത്മാ പരമാത്മാ ഭേദവും എനിക്കില്ല. ജീവപരഭേദം എങ്ങനെ നിഷേധിക്കും? ചോദ്യം. ഇങ്ങനെ വളരെ വ്യക്തമായി അടുത്ത ശ്ലോകത്തിൽ പറയുകയാണ്. ഇത് തന്നെ 2-ാം അധ്യായത്തിൽ ഭഗവത്ഗീതയിൽ പറയുന്നുണ്ട്. യഥാകാശോ ഋഷികേശോ നാനോപാധിഗതോ വിഭുഃ തദ്ഭേദാദ് ഭിന്നവദ്ഭാതി തന്നാശേ സതി കേവലഃ.
യാതൊരു പ്രകാരമാണോ വിഭു വിശേഷേണ ഭവിച്ചവൻ സർവവ്യാപി ആയ ആകാശം പലതരത്തിലുള്ള ഉപാധികളിൽ പ്രവേശിച്ചിട്ട് അതത് ഉപാധികളുടെ ഭേദമനുസരിച്ച് ഭിന്നമെന്ന പോലെ ഇരിക്കുകയും ഉപാധികളുടെ നാശത്തിൽ ഏകനായിട്ട് ഭവിക്കുകയും ചെയ്യുന്നത് അപ്രകാരം തന്നെയാകുന്നു ഋഷികേശനും സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മുടെ ദൃഷ്ടിയിലാണ്, ഭേദദൃഷ്ടി നമ്മുടെ ദൃഷ്ടിയിലാണല്ലോ. പാത്രത്തിലിട്ട ഇലന്തിപ്പഴം പോലെ ഓരോ ശരീരത്തിലും ഓരോ ആത്മാവിരിക്കുന്നു എന്നുള്ള ദൃഷ്ടിയെ അവലംബിച്ചുകൊണ്ടാണ് ഈ പറയുന്നത്. ഇത് സത്യമല്ല, ഇത് പ്രാഥമിക തലമാണ്. ഈശ്വരൻ സർവത്തിലും കുടികൊള്ളുന്നു, ഹൃദയേശ്വർജന തിഷ്ഠതി എന്നൊക്കെ പറയുന്നില്ലേ. ഈശ്വരൻ എവിടെയാണ്? ഹൃദയദേശത്ത് സ്ഥിതി ചെയ്യുന്നു. ശ്രുതി ഇത് അയനം അല്ലേ, അന്ധകരണത്തിൽ ഇവൻ ഇരിക്കുന്നു എന്ന് അമരകോശത്തിന് അതിന്റെ പ്രകാരത്തിൽ അർത്ഥം പറഞ്ഞാലും സത്ത് മാനസം അന്ധകരണത്തിൽ ഇവൻ ഇരിക്കുന്നു എന്ന അർത്ഥം പറഞ്ഞാലും ശരിയാവില്ല. എന്തുകൊണ്ട്? അപ്പോഴും ആത്മാ പ്രതി ശരീരം ഭിന്നമാണെന്ന് വന്നു. അപ്പോഴും ഭേദബുദ്ധി വേണ്ടി വരും. കാരണം ആത്മാ ഏകമാണ്, അദ്വിതീയമാണ്. ജീവാത്മാ എന്ന് പറയുന്നതോ വേറെ വേറെയാണ്. അപ്പൊ നാനാത്വവും ഏകത്വവും എന്നുള്ളത് ഒരിക്കലും ഒന്നിച്ചാവാൻ പറ്റില്ല. പറ്റുമോ? നമ്മള് സ്വർണത്തിൽ വളയെയും മോതിരത്തെയും പറഞ്ഞു, ആരോപിച്ചു. വളയും മോതിരവും സ്വർണവും ഒന്നാണെന്ന് പറയുന്നു. സ്വർണ്ണവള, സ്വർണ്ണമോതിരം എന്നൊക്കെ പറയുമ്പോഴും വാസ്തവത്തിൽ സ്വർണവുമായി ഒരു ബന്ധവും വളയ്ക്കും മോതിരത്തിനും ഇല്ല. നമ്മളായിട്ടൊരു ബന്ധവും ഇവിടെ പരമാത്മാവിനില്ല. അവിടെ പരമാത്മാവ് എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. പര എന്ന് പറയുന്നത് ഏതിനാ? ജീവ പര ഭേദം ഉള്ളപ്പോഴാണ്. ഇവിടെ ഈ ഭാവം കൂടുതലുണ്ടാവും. ഈ ഭാവം ഈ വിരല് നീളുന്ന സമയത്ത് ഈ വിരൽ എപ്പോഴാണ് നീളുന്നത്? ജീവഭാവം ഘനീഭൂതമായിരിക്കുന്ന അവസ്ഥയിലാണ് ഈ വിരൽ കൂടുതൽ ഉപയോഗിക്കുന്നത്. നീ ആരും 3 പ്രാവശ്യം ഞാനാരും. ഈ വിരൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ജീവന്റെ ഘനീഭൂതമായ അവസ്ഥയാണ്. അപ്പൊ ജീവഭാവം കൂടുതൽ കട്ടി കൂടിയിരിക്കുക. ഇനി ആ കട്ടി കുറച്ച് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന കാലത്ത് ജനിച്ചതാണ്, ഇന്ന ആളുടെ മകനാണ്, അല്ലെങ്കിൽ ഇന്ന ആളുടെ ശിഷ്യനാണ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചിന്തിക്കാം. എന്ത് വിധത്തിൽ ചിന്തിച്ചാലും അതൊക്കെ എന്താണ്? ഭേദബുദ്ധിയാണ്. നിന്നിലും എന്നിലുമുണ്ട് എല്ലാ നേരവും ഇവൻ അഭേദബുദ്ധിയോട് കൂടി. ഭേദബുദ്ധി ഇല്ലാത്ത അതാണ് ഭക്തന്റെ ലക്ഷണം. അല്ലേ? ഇതിപ്പോ ഓർമ്മ വരുന്നത് ഇപ്പൊ ഒരു കാലം കഴിഞ്ഞതാണല്ലോ, അതുകൊണ്ട് ഓർമ്മ വന്നതേ. ഇനിയിപ്പോ എന്താ ചെയ്യാ? അപ്പൊ ഇതിഹാസ പുരാണാഭ്യാം വേദം സമൂഹബൃംഹേത് വിവേത്തി അല്പശ്രുതാത് വേദോ അയമ്മാം പ്രഹരിച്ചിരി. ഇതിഹാസ പുരാണങ്ങളെ കൊണ്ട് വേദത്തെ നല്ലതുപോലെ ഉപബ്രഹ്മണം ചെയ്താലും വിസ്തരിച്ചാലും എന്നുള്ളത് കൊണ്ടാണ് അത് പറഞ്ഞത്. അപ്പോൾ ഇതിലുള്ള ഓരോന്ന് പറയുമ്പോഴും അതും അതിലുള്ള ഓരോന്ന് പറയുമ്പോഴും ഇതും ഓർമ്മ വരും. പറഞ്ഞ മനസ്സിലായില്ലേ? രാമായണം ചൊല്ലുന്ന സമയത്ത് ഇവിടെ എടുത്തത് ഓർമ്മ വരിക. എന്താ ചെയ്യാം? ഇവിടെ ഇത് പറയുന്ന സമയത്ത് അത് ഓർമ്മ വരിക. തെറ്റാണെന്ന് തോന്നില്ല, കാരണം ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതുകൊണ്ട് നമുക്ക് അല്ലേ സ്വീകരിക്കാം. ശരി, ഉപനിഷത്ത് ക്ലാസ് ആണ് വെച്ചാൽ പുരാണങ്ങളെ വ്യാഖ്യാനിക്കാൻ അത്ര സുഖമാണെന്ന് ഇല്ല എന്നാ പറയുക സ്വാമിജി. പറഞ്ഞു മനസ്സിലായില്ലേ? അത്രയും ഇറക്കി കൊണ്ടുപോകരുത്. പക്ഷെ ഇവിടെ ഇപ്പൊ ഇറക്കി കൊണ്ടുപോകാൻ വിചാരിക്കുക. അല്ല എന്താ ചെയ്യുക? ഓർമ്മ വന്നല്ലേ? അതെ, തത്വബോധമല്ലേ? അതിലും തത്വം തന്നെയാണല്ലോ. തത്വാർത്ഥം അറിയയിൽ ആഗ്രഹം ഉണ്ടായതും ഭക്തി അതിശയം അല്ലേ? അതുകൊണ്ട് ശരി, ഇവിടെ പറയുന്ന ആകാശത്തിൽ കുടം ഇരിക്കുന്നുവോ അതോ കുടത്തിൽ ആകാശം ഇരിക്കുന്നുവോ? കുടത്തിൽ ആകാശം ഇരിക്കുന്നു എന്ന് പറയുന്നതാണ് ഏത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രതിശരീരം ഭിന്നമാണ് ആത്മാ എന്ന അർത്ഥത്തിൽ ജീവാത്മാ. അത് പ്രാഥമിക തലത്തിൽ ശരിയാണ്. ശിഷ്യനോട് ചോദിച്ചില്ലേ ഗുരു, മഠത്തിനകത്തൊരു ഘടത്തിനകത്തൊരു ആകാശം, അതിനുള്ളിലുള്ള ആകാശം ഏതാകാശാണ്? അതെ, കുടത്തിനകത്തുള്ള ആകാശമാണ്. മറ്റേ ആള് പറഞ്ഞത് അല്ല, ഇത് കെട്ടിടത്തിനകത്തുള്ള ആകാശത്താൽ അതും പറയാം. ശരി, അതും ശരി.
അതല്ല, മഹാകാശത്തിലാണ് ഇത് രണ്ടും ഉള്ളത്. അതുകൊണ്ട് ഇതിനകത്തുള്ള ആകാശം, കുടത്തിനകത്തുള്ള ആകാശം മഹാകാശം തന്നെയാണ്. വാസ്തവത്തിൽ ശരിയാണോ അത്? മഹാകാശം എന്ന് പറയാൻ പറ്റില്ല. ഒന്ന് ശരി, ഈ പറഞ്ഞ ശരി. രണ്ടാമത് ഒന്നുകൂടി വലിയ ശരി, ഏത്? മഹാകാശം. പിന്നൊന്ന് പറഞ്ഞ മഹാ എന്ന് പറയണോ? ഇല്ല. ആകാശത്തിൽ കുടമിരിക്കുന്നു, ആകാശത്തിൽ നമ്മൾ ഇരിക്കുന്നു. ആകാശത്തിന് എന്തൊക്കെ എടുക്കാം? ഭസ്മം എടുക്കാം. ഭസ്മം എടുത്തൂടെ? ആകാശത്തിന് ഭസ്മം എടുത്തൂടെ? ആകാശത്തിന് ഭസ്മം എടുക്കുക. എന്തൊക്കെ എടുക്കുക? ആകാശത്തിനാണ് എടുക്കുക. ആകാശത്തിലല്ലേ നമ്മൾ ഇരിക്കുന്നത്. അവകാശത എന്ന അർത്ഥത്തിൽ നമ്മളൊക്കെ ആകാശത്തിലായിരിക്കുന്നത്. ഇല്ല, ഇത് ആകാശേ ഉള്ളൂ. അവിടെ ചോദിച്ചതിനൊരു ഇതുണ്ട്, എടുക്കാന്നൊക്കെ പറഞ്ഞാലും സമ്മതിച്ചു. ശരി, അപ്പൊ എന്തൊക്കെ വാക്കസർത്ത് നടത്തിയാലും അതിനൊക്കെ എന്താ പരിധിയുണ്ട്, പരിമിതമാണ് എന്നുള്ളതാണ് ഏത് ഈ പറഞ്ഞതിനർത്ഥം. എങ്ങനെയൊക്കെ നമ്മൾ പറഞ്ഞ് സമർത്ഥിക്കാൻ ശ്രമിച്ചാലും ഈ പറയുന്നതിലൊക്കെ എത്രയേ ഉള്ളൂ, അതിനുപരി എത്തിക്കാൻ ഒരു സൂചനയായിട്ട് ഇത് എടുക്കണം എന്നാണ് ആ സൂചന. മനസ്സിലായി ചോദിക്കും. ശരി, നമ്മളിങ്ങനെ പറഞ്ഞ് കൊണ്ടുപോയിട്ട് വലിയൊരു ഒരു ബിൽഡിങ് കെട്ടിണ്ടാക്കും അല്ലേ, ഒരു കെട്ടിടം അവസാനം പൊളിഞ്ഞു വീഴും. ഇങ്ങനെ ചിലതൊക്കെ ചോദിക്കുമ്പോൾ നല്ലതാണ്. കാരണം അത് നല്ലതാണ് അല്ലേ? മറ്റേത് നമ്മൾ അതിൽ തന്നെ പോകില്ലേ, വാക്ക് വ്യവഹാരത്തിന്. അപ്പോഴേക്ക് സംസാരമായില്ലേ, നിസ്സാരമായിട്ട് കളയണ്ടേ? വേണം, ഇത് സംസാരമാണല്ലോ. ശരി, അതുകൊണ്ട് അതൊക്കെ ആവശ്യമാണ്. അതുകൊണ്ട് യാതൊരു പ്രകാരമാണോ വിഭു സർവ്വവ്യാപിയായ ആകാശം പലതരത്തിലുള്ള ഉപാധികളിൽ പ്രവേശിച്ചിട്ട്, ഇപ്പൊ ശരിയല്ലേ? നേരത്തെ പറഞ്ഞ തള്ളി ഒന്നുകൂടി ഉയർന്നു പ്രവേശിച്ചിട്ട് അതത് ഉപാധികളുടെ ഭേദമനുസരിച്ച് ഭിന്നമെന്ന പോലെ ഇരിക്കുകയും, പോലെ അവിടെ അവരുടെ ഭാഷ്യത്തിന്റെ വ്യാഖ്യാനത്തിൽ സ്വാമിജി ഇത് കൃഷ്ണനെ പോലും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ബ്രഹ്മാവ് മുതൽ പുൽക്കൊടി വരെയും കൃഷ്ണൻ പോലും സംഭവിച്ചപ്പോൾ വാസ്തവത്തിൽ സംഭവിച്ചിട്ടില്ല. അതുകൊണ്ട് അത് സംഭവിച്ചവനെ പോലെ സംഭവിച്ചതായിട്ട് മാത്രം കാണുന്നതിനെ ഭഗവാൻ തന്നെ അധിക്ഷേപിക്കുന്നുണ്ട്. എങ്ങനെയാണ്? അവജാനന്തി മാ മൂഢ മാനുഷീൻ തനുനാശ്രിതം പരംഭാവം. എന്റെ പരംഭാവം അറിയാത്തവര് എന്ത് ചെയ്യുന്നു? എന്നെ ഇത് മാത്രമേ ആകാവൂ എന്ന് അവജ്ഞ ചെയ്യുന്നുവല്ലോ. അതെ, അതത് ഉപാധികളുടെ ഭേദമനുസരിച്ച് ഭിന്നമെന്ന പോലെ ഇരിക്കുകയും, അവിടെ പോലെ എന്നതിന് അടി വരാം, ഉപാധികളുടെ നാശത്തിൽ ഏകനായിട്ട് ഭവിപ്പിക്കുകയും ചെയ്യുന്നത് അപ്രകാരം തന്നെയാകുന്നു ഋഷികേശനും സ്ഥിതി ചെയ്യുന്നത്. ഋഷികേശൻ ഋഷികങ്ങളുടെ ഈശനം ചെയ്യുക എന്ന് പറഞ്ഞാൽ നിയന്ത്രിക്കുക. ഈശനം യത് കരോതി ഇത് ഈശ്വരൻ. അപ്പൊ നിയന്ത്രിക്കുക എന്നുള്ള കർത്തൃത്വം ആരിൽ ആരോപിക്കുന്നു? അതുകൊണ്ട് ഋഷീകങ്ങളുടെ ഈശ്വരൻ. ഋഷീകങ്ങൾ ഇന്ദ്രിയങ്ങളെ അധീനത്തിൽ വെച്ചിരിക്കുന്നവർ. ഇന്ദ്രിയങ്ങൾ അധീനത്തിൽ വെച്ചിരിക്കുന്നു. അതുകൊണ്ട് മായയുടെ പിടിയിലാണ് നമ്മളെന്ന് പറയും. എന്താ വ്യത്യാസമുള്ളത്? വ്യത്യാസം ഒന്ന് അറിഞ്ഞാലുള്ള വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ, ഒന്ന് മായാധീനനാണ്, ഒന്ന് മായാതീതനാണ്. ഇത്രയുള്ള വ്യത്യാസം, പറയാൻ എളുപ്പം. അപ്രകാരമാവുന്നു ഋഷികേശനും സ്ഥിതി ചെയ്യുന്നത്. ഋഷികേശൻ വാസ്തവത്തിൽ നമ്മളായിട്ടൊന്നൊരു ബന്ധവും ഇല്ല. നമ്മൾക്ക് അങ്ങോട്ട് ബന്ധമല്ലേ, അങ്ങോട്ട് ബന്ധമുണ്ട്, ഇങ്ങോട്ട് ബന്ധമല്ല. കൂടെ ഇരിക്കുന്നത് ആകാശത്തിലാണ്. ആകാശത്തിൽ കൂടെ എന്നുള്ള ഭേദമൊന്നും ഇല്ല. എന്തുണ്ടായാലും എന്ത് വേണം? ആകാശത്തിനൊരു ന്യൂനതയോ ആധിക്യമോ ഇല്ല. ഒരു പോറൽ കേൾക്കുന്നില്ല. ഉപാധികളിൽ പ്രവേശിച്ചിട്ട് കൂടുതൽ വ്യാപ്തിയുള്ള ഒരു വസ്തുവിനെ അതിന്റെ വ്യാപ്തിയിൽ നിന്നും പരിമിതമാക്കി തീർക്കുന്ന മറ്റൊരു വസ്തുവിന് ഉപാധി എന്ന് സാമാന്യമായി പറയാം. പരിമിതമാക്കി തീർക്കുന്നതിനെയാണ് ഉപാധി എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെ പറയാം, ആകാശത്തിന്റെ ഉപാധിയാണ് കുടം എന്ന് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാനേ പറഞ്ഞുള്ളൂ. വേണമെങ്കിൽ പറയാൻ പറ്റില്ല. ഇത് പഠിക്കാനുള്ള സൗകര്യത്തിന് വേണ്ടി പറയാം. ആകാശത്തിന്റെ ഉപാധി. അതേപോലെ പരമാത്മാവിന്റെ ഉപാധിയാണ് ഏത്? ഈ ജീവാത്മാക്കളൊക്കെ. അതെ, ആകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒരു വസ്തുവാകുന്നു.
അത് കുടത്തിലും കലത്തിലും എന്ന് വേണ്ട എല്ലാ വസ്തുക്കളിലും വ്യാപിച്ചിരിക്കുന്നു. ആകാശം ഏകവും സർവ്വവ്യാപകവുമാണെങ്കിലും കുടം, കലം മുതലായവയിൽ പ്രത്യേകമായിരിക്കുന്നത് പോലെ തോന്നുന്നു. ഈ ഭിന്നതയ്ക്ക് കാരണമായ കുടം മുതലായവയെ ആകാശത്തിന്റെ ഉപാധികൾ എന്ന് വേണമെങ്കിൽ പറയാം. വേണമെങ്കിൽ പറഞ്ഞാൽ മതി, ശരിയല്ല, വേണമെങ്കിൽ പറയാം, നമ്മളുടെ സൗകര്യത്തിന് വേണ്ടിയിട്ട്. അതേപോലെ പരമാത്മാവിന്റെ ഉപാധികളാണ് നമ്മളൊക്കെ ഉപാധി എടുത്തിരിക്കും, അല്ലേ? ഇത് മനസ്സിലായാൽ എന്തായി? ഇത് ശരിക്കും മനസ്സിലായ മുക്തന്മാരായി. അതെ, മുക്തിയായി. കുടട്ട് ഉടക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ ഉടച്ചാൽ അത് പിന്നെ വ്യവഹാരത്തിൽ വേണമെങ്കിൽ ഉടച്ചാൽ അതെ, വ്യവഹാരത്തിൽ ഉടക്കുക, കുഴപ്പമില്ല. മറ്റുള്ളവർ ഉടക്കേണ്ട, എല്ലാവരും ഒരേപോലെ ആവില്ലല്ലോ. അതുകൊണ്ട് ആചരണത്തിലാണല്ലോ ധർമ്മം നിലകൊള്ളുന്നത്. ആചരണം കൂടി വേണമല്ലോ. അതുകൊണ്ട് ആചരണങ്ങളൊന്നും തള്ളിക്കളയണമെന്ന് പറഞ്ഞില്ല. നല്ലോണം അഭിനയിക്കാൻ പറ്റണം. അതെ, അത് അയാളെ സംബന്ധിച്ച്. നമുക്ക് കുടപിടിക്കാൻ പറ്റും, എല്ലാവർക്കും കുടപിടിക്കാൻ പറ്റില്ലല്ലോ. എല്ലാവർക്കും കുടപിടിക്കാന്നാണ് സമയം പറ്റുമോ? എല്ലാവരെയും കൂടി ഞാൻ അങ്ങനെ മുക്തരാക്കാന്ന് പറയാൻ പറ്റില്ല. അത് ഉൾപ്പോക്കൻ. അത് കുടത്തിലും കലത്തിലും എന്ന് വേണ്ട എല്ലാ വസ്തുക്കളെയും വ്യാപിച്ചിരിക്കുന്നു. അതുപോലെ ഈ ഭിന്നതയ്ക്ക് കാരണമായ കുടം മുതലായവയെ ആകാശത്തിന്റെ ഉപാധികൾ എന്ന് വേണമെങ്കിൽ പറയാം. ഋഷീകങ്ങളുടെ ബാഹ്യവും അഭ്യന്തരവുമായ ഇന്ദ്രിയങ്ങളുടെ, ബാഹ്യവും ആന്തരികവുമായ ഇന്ദ്രിയങ്ങളുടെ ഈശ്വരാണ് ആര്? ഋഷികേശൻ, ഈശ്വരൻ. ഏതാണ്? ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ, ആന്തരികമായ ഇന്ദ്രിയങ്ങൾ എന്ന് പറയുമ്പോൾ അത് ഏതാവും? ചെവി, കണ്ണ്, നാക്ക്, മൂക്ക്, തൊക്ക്, വാക്ക്, പാണി, പാദം, വായു, ഹസ്തം എന്നുള്ളതൊക്കെ. ശ്രോത്രം, ചക്ഷു, സ്പർശനം ച രസനം ഘ്രാണമേവ ച, ഇതൊക്കെ ഏതായിരിക്കും? ബാഹ്യമായ ഇന്ദ്രിയങ്ങൾ എന്ന് പറയാറുണ്ടെങ്കിലും ഇത് വേറെ ചില തലങ്ങളിൽ ഇതിന് ഗോളകങ്ങൾ എന്നാണ് വിശേഷിപ്പിക്കാറ്. അതെ, ഇന്ദ്രിയങ്ങൾ തീർത്തും ആന്തരികമാണ്. എന്നാലും ബാഹ്യേന്ദ്രിയങ്ങൾ എന്ന് പറയാറുണ്ട്. ഈ ശമം ദമം എന്നുള്ള പ്രകരണത്തിൽ ഇതിങ്ങനെ പറയാം. ശമം എന്ന് പറയുമ്പോൾ മനസ്സിന്റെ അടക്കം, മനസ്സ് എന്ന് പറയുമ്പോൾ ചിത്തം, മനസ്സ്, ബുദ്ധി, അഹങ്കാരം, ഇത് പറയും. ഇതിനെ അന്ധകരണം എന്ന് പറയും. പിന്നെയോ ബാഹ്യകാരണങ്ങൾ എന്ന് പറയും. അതേതാ? അത് ഈ ചെവി, കണ്ണ്, നാക്ക്, തൊക്ക് നോക്കുക. അപ്പൊ ദമം എന്ന് പറയും. അപ്പൊ ദമം എന്ന് പറയുമ്പോൾ ബാഹ്യേന്ദ്രിയങ്ങളെ അടക്കലും, ശമം എന്ന് പറയുമ്പോൾ ആന്തരികേന്ദ്രിയങ്ങളെ അടക്കലും അല്ലേ? മടക്കലായാലും ശരി ആണ് എന്ന് പറയാം. അപ്പൊ വാസ്തവത്തില് ഇത് ശരിയാണോ എന്ന് ചോദിച്ചാൽ ഈ സ്ഥൂലമായി കാണപ്പെടുന്ന ഗോളകങ്ങൾ, സ്ഥൂല ശരീരത്തിലുള്ളവയും വാസ്തവത്തിൽ എവിടെയാണ്? സൂക്ഷ്മമാണ്. സൂക്ഷ്മത്തിനെയാണ് ആന്തരികം എന്ന് പറഞ്ഞത്. കണ്ണുകൊണ്ട് കാണുന്നു എന്ന് പറയുമ്പോൾ കാണുന്നവൻ ഏകശ്ലോകിയിൽ അല്ലേ? ആരാണ് നിനക്ക് അല്ലേ പ്രകാശം തരുന്നത്? കിം ജ്യോതി കിം ജ്യോതിസ്തവ ഭാനുമാനഹനിമേ രാത്ര ഉപദീപാധികം. കിം ജ്യോതി, നിനക്ക് ആരാണ് ജ്യോതി? പ്രകാശം. പകല് സൂര്യൻ, രാത്രി ദീപം മുതലായവ. പകൽ സൂര്യൻ മുതലായവ നിനക്ക് വെളിച്ചം തരുന്നു, രാത്രി ദീപം മുതലായവ നിനക്ക് വെളിച്ചം തരുന്നു. ആ വെളിച്ചത്തെ കാണാൻ നിനക്ക് എന്താണ് വെളിച്ചം? കണ്ണാണ്. കണ്ണിനെ കാണാൻ നിനക്ക് എന്താണ് പ്രകാശം? വെളിച്ചം തരുന്നത് കണ്ണിന് കാണാൻ. ഞാൻ കണ്ടുകൊണ്ട് കാണുന്നു. ആര് കാണുന്നു? കണ്ണിന്നു കണ്ണായി. ഇല്ലേ? ഇങ്ങനെ ഓരോന്നോരോന്ന് അപഗ്രഹിച്ച് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അതിന് സൂക്ഷ്മമായ ഒരു തലം കാണാൻ പറ്റും. കേനോമൻ തന്നെ അല്ലേ? കേനേഷിതം അല്ലേ? അപ്പൊ അത് കൊണ്ടുപോയാലും അപ്പൊ അത് എവിടെയാണുള്ളത്? അത് ഒന്ന് കാണിച്ചു തരൂ. ഓപ്പറേഷൻ ചെയ്താൽ കിട്ടില്ല. കാരണം സ്ഥൂലമായതിന്, പിണ്ഡമുള്ള വസ്തുവിനെ ഇരിക്കാൻ ഇടം ആവശ്യമുള്ളൂ, സൂക്ഷ്മത്തിന് ഇരിക്കാൻ ഇടം ആവശ്യമില്ല. അതുകൊണ്ട് എന്തുണ്ട്? ഉണ്ട്, മനസ്സില്ലേ? എനിക്കൊരു മനസ്സുണ്ട്. മനസ്സെവിടെ ഇരിക്കുന്നത്? സൂക്ഷ്മമായതുകൊണ്ട് സ്ഥാനം നിർണ്ണയിക്കാൻ സാധ്യമല്ല. എന്നാൽ എൻ്റെ മനസ്സ് എന്നെ ആശ്രയിച്ച് തന്നെയാണ്. കണക്ഷൻ ഉണ്ടായിരുന്നു എപ്പോഴും. അതുപോലെ എന്ത് ചെയ്യുന്നു? ഈ ഇന്ദ്രിയങ്ങള് സർവത്ര വ്യാപിച്ചിരിക്കുന്ന ഒരു
ആകാശം സർവത്ര വ്യാപിച്ചിരിക്കുന്നതാണ്. അതിൽ എന്ത് ചെയ്യുന്നു? ഈ ഋഷികേശൻ എന്ന് പറഞ്ഞ ബാഹ്യമായ ഗോളകങ്ങളെയും ആന്തരികമായ ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കുന്നവനാണ് എന്ന് പ്രത്യേകം പറഞ്ഞതുകൊണ്ട് ബാഹ്യമായത് ഇപ്പൊ എങ്ങനെയപ്പോ പറയാന്ന് ചോദിച്ചാൽ, ഇവിടെ ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നത് പോലെ, അദ്ദേഹം പറയുന്നത് പോലെ ഈ ആത്മാവ് എവിടെ, ഈശ്വരൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈശ്വരനെ അന്വേഷിച്ച് ഉള്ളിലേക്ക് അന്തർലീനമായി ഉള്ളിലേക്ക് പോയി കഴിഞ്ഞാൽ അതാണ് ഈശ്വരൻ എന്ന് പറയുമ്പോ അപ്പൊ ഇതൊന്നും ഈശ്വരൻ അല്ലെന്ന് വരില്ലേ? നേതി ഇതല്ല എന്ന് പറഞ്ഞു. അപ്പൊ അവസാനം എന്ത് ചെയ്യുന്നു? നീയല്ലോ സൃഷ്ടിയും സ്രഷ്ടാവായതും പിന്നെതാ സൃഷ്ടിക്കുള്ള സാമഗ്രിയായതും. അവിടെയാണ് അതിന്റെ പോയിന്റ്. അല്ലാതെ വേറെ അല്ല. ഇതൊക്കെ ഇങ്ങനെ ഒരു സാധനം ഉണ്ട്, ഇതൊന്നും ഈശ്വരനല്ല, ഇതൊക്കെ ഉപാധിയാണ്. അതിനുള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അതാണ് ഈശ്വരൻ എന്നല്ല, ഇതൊക്കെ അത് തന്നെയാണ്. കത്തിച്ചാമ്പലായാലും അല്ല ചീഞ്ഞ വളമായാലും എങ്ങനെ പോയാലും അതെവിടെയാണ്? അത് വേറെ ഒന്നിലേക്ക് പോകുന്നില്ല. അതാണ് മറ്റു ഭൗതിക വസ്തുക്കളും ഇതും തമ്മിൽ വേർതിരിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന ഒരു ദോഷം. ഇതല്ല എന്ന് പറഞ്ഞിട്ട് ഇതുമാണ്. അല്ലെങ്കിൽ എന്താ കുഴപ്പം പറ്റുക? ഈശ്വരൻ എന്ന് പറയുന്നുണ്ടല്ലോ, ബ്രഹ്മം എന്ന് പറഞ്ഞുണ്ടല്ലോ, ഈ കാണപ്പെടുന്ന ഒന്നും അല്ല. അവിടെയാണ് ബ്രഹ്മസത്യം ജഗത് സത്യം എന്നുള്ളത് പറയുമ്പോൾ നമ്മൾ ഭ്രമിച്ചു പോവാം. ഇവിടെ അതല്ല. ഈ ബ്രഹ്മസത്യം പോലെ തന്നെ ബ്രഹ്മസത്യം എന്ന് പറയുന്ന സമയത്ത് ഇവിടെ മിഥ്യ എന്ന് പറയുന്ന സമയത്ത് ഈ കാണപ്പെടുന്നതൊന്നും ഇല്ലാത്തത് എന്ന് അർത്ഥം പറയരുത്. മറിച്ച് എന്താ, വ്യവഹാരത്തിൽ ഈ കാണപ്പെടുന്നതൊക്കെ എന്താണ്? അതിൽ നിന്ന് ഭിന്നമല്ല, ഭിന്നമാണെന്ന് തോന്നുന്നത് അജ്ഞാന തലത്തിലാണ്. ഇത് പറഞ്ഞ് സമർത്ഥിക്കുക അവിടെ ചെയ്യുന്നത്. ഭേദബുദ്ധി ഉണ്ടാവരുത്. പരിമിതമായ ബുദ്ധി കൊണ്ട് നോക്കുന്ന സമയത്ത് ഭേദബുദ്ധി ഉണ്ടാവുന്നുണ്ട്, ഇല്ലേ? എൻ്റെ അമ്മ, എൻ്റെ സഹോദരി, അതിലേറെ കേമാണെന്ത്? അമ്മ സഹോദരി എന്നുള്ളത്, അല്ലേ? എൻ്റെ വീട്, അതിലേറെ കേമല്ലേ വീട് എന്നുള്ളത്? എൻ്റെ ശരീരം, അതിലേറെ കേമല്ലേ ശരീരം എന്നുള്ളത്? ഈ എൻ്റെയാണ് വലിയ പ്രശ്നം വരുന്നത്. പരിമിതമാക്കി തീർക്കുന്നതിൽ മുഖ്യ പങ്ക് ആർക്കാണ്? ഈ എൻ്റെകൾക്കാണ്, അല്ലേ? അത് ഗുണാണോ നല്ലതാണോ ദോഷാണോ? അഹങ്കാരം വേണ്ടേ? വേണം. ഏത് അഹങ്കാരം? പരിമിതമായ അഹങ്കാരം ദോഷമാണ്, അല്ലേ? ഈ എൻ്റെ എത്രത്തോളം ജൂഢമൂലമാകുന്നുവോ അത്രത്തോളം കഷ്ടപ്പാടാണ് നമുക്കും അതെ, ചുറ്റുപാടിനും അതെ. ഹെഡ് വെയിറ്റ് കൂടിയാൽ ഈ പരിമിതമായ അഹങ്കാരം, ഇല്ലേ, അത് കട്ടി കൂടുന്തോറും എന്തായിത്തീരുന്നു? അത് ഗുണമല്ല, ദോഷമാണ്. അപരിമിതമായ അഹങ്കാരം. അതുകൊണ്ടല്ലേ നമ്മളൊക്കെ ജീവിച്ചിരിക്കുന്നത്. ഇവിടെയൊക്കെ ഏതൊരാളും ഇവിടെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ, അതിൽ നിന്നെന്താ ജീവിക്കുന്നുണ്ടെങ്കിൽ അവിടെ അഹങ്കാരമുണ്ട്, അല്ലേ? ഒന്നുകിൽ ഇതെല്ലാം ഞാനാണെന്ന് അറിയുക. അപ്പൊ എത്ര വലിയ ഞാനാണ്, എന്റെ കേമത്തരം നോക്കും. ഇത് പ്രാഥമിക തലത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കൂ. ഒരാള് എൻ്റെ സഹോദരിയോട് ഒരാൾ അപമര്യാദയായിട്ട് പെരുമാറിയാൽ ഞാൻ ആരാവും? എൻ്റെ സഹോദരിയോട് ഒരാള് അപമര്യാദയായി പെരുമാറിയാൽ ഞാൻ ആരാവും? സഹോദരനാവും, അല്ലേ? അല്ലേ? അവളുടെ സഹോദരൻ, അല്ലേ? അങ്ങനെയല്ലേ? ഇന്ന് ലോകം നോക്കും, ചുറ്റുപാട് ഗുണാണോ ദോഷമാണോ? അപ്പോ മറ്റൊരാളുടെ സഹോദരിയോട് താനും എന്തോ ആവാം, അത് മറ്റൊരാൾ അവന്റെയാണ്, ഇത് എന്റെയാണ്. പറഞ്ഞു മനസ്സിലായില്ല? ഈ എൻ്റെ അമ്മ സുഖമില്ലാതെ കിടക്കുന്നു, അപ്പൊ എന്തായി? ഞാൻ ആലോചിക്കാറില്ല, കൂടുതൽ ആലോചിച്ച് നിൽക്കാറില്ല, ഉണ്ടോ? ഇല്ല. പക്ഷെ മറ്റൊരമ്മയാണെങ്കിലോ കുറച്ചൊക്കെ ആലോചിക്കും, അല്ലേ? ചിലർ ആലോചിക്കുള്ളൂ, ചിലത് അതും ഉണ്ടാവില്ല. പറഞ്ഞു മനസ്സിലായില്ല? അപ്പൊ ഏതാണ് നല്ലത്? ഈ എൻ്റെ എന്നുള്ളത് പോയാൽ അത്ര സുഖം. അപ്പോഴാണ് ഒരാൾ എന്നാൾ ചോദിച്ചു, അപ്പൊ എല്ലാം എൻ്റെ ആണെന്നുള്ളത് മനസ്സിലാക്കിയാൽ മതിയില്ലേ? അപ്പൊ എന്താണ്? എൻ്റെ അമ്മയെ പോലെ മറ്റേ അമ്മയെയും, അല്ലെങ്കിൽ എൻ്റെ സഹോദരിയെ പോലെ മറ്റേ സഹോദരിയെയും കാണുക എന്നുള്ളതിന് പകരം നേരെ തിരിച്ചു ആയിക്കൂടെ?
മനസ്സിലായില്ല, സമയമായി. അതുകൊണ്ട് അപ്പൊ തിരിച്ചായ കുഴപ്പമാണ്. അതുകൊണ്ട് ഇവിടുന്ന് ഇങ്ങനെ ഈ ചെറിയ അഹങ്കാരം വൈപുല്യത്തെ അല്ലെ, വിപുലതയെ പ്രാപിച്ച് വികസിച്ച് ലോകാസമസ്ത എന്നായി തീരാൻ നല്ലത്. അല്ലാതെ ലോകാസമസ്ത എന്നായിട്ട് എന്നിലേക്ക് വന്നാൽ അതിലേറെ കുഴപ്പമാണ് അല്ലേ, എന്തും ആവാമെന്നാവും. മറിച്ച് എന്താണ്, ഇവിടെ നിന്ന് പോകുന്നു. അങ്ങനെയല്ലേ നമ്മളെ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. പ്രത്യേകാത്മാവ് എന്ന് അറിഞ്ഞതിന് ശേഷമല്ലേ മറ്റതും അല്ലേ, ഇവിടെ നിന്നല്ലേ തുടങ്ങണത്. കാരണം നമുക്ക് പ്രത്യക്ഷമായിട്ട് കാണപ്പെടുന്നത് ബ്രഹ്മമാണെന്ന് മനസ്സിലാക്കിയിട്ട് സ്ഥൂല ദൃക്കുകൾക്ക് നല്ലതാണ് ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. സ്ഥൂലമായതിൽ ഈശ്വരബുദ്ധി വരുത്തിയിട്ട് ക്രമേണ സൂക്ഷ്മത്തിലേക്ക് കിടക്കും. അതാണ് സുഗമമായ വഴി. ആർക്ക്? ബാലന്മാർക്ക്. അത്രയേ ഉള്ളൂ. അതുകൊണ്ട് ഇവിടെ പറയാണ്, ആത്മാവ് ഒന്നിലും ഒട്ടാത്തവനും ഏകനുമാണെന്നും വ്യക്തിത്വം കേവലം ഉപാധി മൂലമാണ് എന്നും പറഞ്ഞു. അടുത്തതായി ജാതി, നാമ, ആശ്രമ തുടങ്ങിയ ഭേദം ആത്മാവിൽ ആരോപിക്കപ്പെട്ട ഉപാധികൾ മാത്രമാണെന്ന് സമർത്ഥിക്കുന്നു. 10 അടുത്ത പ്രാവശ്യം. ഇവിടെ സമർത്ഥിച്ചത് എന്താണ്? ജാതി, നാമ, ആശ്രമ ആദികളല്ല എന്റെ ജന്മത്തിന് കാരണം എന്ന് രാമായണം. അതിപ്പോ ഓർമ്മ ഒന്നും എന്ത് ചെയ്യാൻ. അതുകൊണ്ട് ജാതി, നാമം, ആശ്രമം തുടങ്ങിയവ എന്താണ്? ആത്മാവിൽ ആരോപിക്കപ്പെട്ടവയാണ്. ആരോപിക്കപ്പെട്ട അഗ്നി വള്ളിക്കുടിലുകളെ കത്തി നശിപ്പിക്കാറില്ല. ആരോപിക്കപ്പെട്ട അഗ്നി എങ്ങനെ കത്തി നശിപ്പിക്കും? കത്തിച്ചു കളയോ? ഇല്ല. അവിടെ ആരോപിച്ചോട്ടെ, നമുക്ക് എന്ത് വേണം? ഇതിൽ അമർന്നിരിക്കുന്നു ആര്? അയാൾ അപരിമിതമായ വ്യക്തിത്വമുള്ള ആളാണ്. വ്യക്തിത്വം നശിച്ചു പോവല്ലേ ഇത്. ഇപ്പൊ വ്യക്തിത്വം ഉണ്ട്, പരിമിതമായ വ്യക്തിത്വം അല്ല, അപരിമിതമായ വ്യക്തിത്വം. ശരി. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരു സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ.